നമസ്കാരം. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കാൻ ഇന്ത്യയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ മറ്റേതൊരു രാജ്യവും. ഇന്ത്യയിലിതാ അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികൾ വൻതോതിൽ കുതിച്ചു കയറുകയാണ്. അത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. എന്താണ് കാരണം? US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രോപ്പഗണ്ട പ്രചാരകരായ ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുകയാണ്. US-ലല്ലേ, അതിൽ ഇന്ത്യക്കെന്തിന് ആവലാതി എന്നാണ് ചോദ്യമെങ്കിൽ ആവലാതിയല്ല, ഒരു ശത്രു ആയുധം വെച്ച് കീഴടങ്ങുന്നതിൻ്റെ ആശ്വാസമാണ് ഇന്ത്യക്ക്. ഇന്ത്യയെ സംബന്ധിച്ച് വാർത്തയ്ക്ക് പ്രാധാന്യമേറെയുമുണ്ട്. ഹിൻഡൻബർഗ് റിസർച്ച് സ്ഥാപകൻ നഥാൻ ആൻഡേഴ്സനാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും US പ്രസിഡന്റ് പദത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് പ്രഖ്യാപനം. ഹിൻഡൻബർഗ് എന്നല്ല, ഹിഡൻബർഗ് എന്ന് വേണം ഇവരെ വിളിക്കാൻ. കാരണം ഇന്ത്യ അടക്കം വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ അസ്ഥിരമാക്കാൻ അച്ചാരമെടുത്തിരിക്കുന്ന അന്താരാഷ്ട്ര മാഫിയ കൊട്ടേഷൻ സംഘം, കോടിക്കണക്കിന് ഡോളർ വാരി വിതറുന്ന ഡീപ് സ്റ്റേറ്റ്, ശതകോടീശ്വരൻ ജോർജ് സൊറോസ് അടക്കം അതിൻ്റെ ഫണ്ടർമാർ. അവർക്ക് ആസ്ഥാനമൊന്നുമില്ല, പക്ഷേ അമേരിക്കയിലെ അധോലോക കോടീശ്വര വ്യവസായികൾ ഡീപ് സ്റ്റേറ്റിനെ നയിക്കുന്നു, നിയന്ത്രിക്കുന്നു, ആശ്രയിക്കുന്നു. തങ്ങളുടെ ആയുധ, വാണിജ്യ, വ്യാപാര, രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം നടപ്പാക്കാൻ മറ്റ് വ്യവസായികളുടെ കൊട്ടേഷൻ ഇവർ ഏറ്റെടുക്കുന്നു. ഇന്ത്യയിലെ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും മറ്റ് 7 എക്സിക്യൂട്ടീവുകൾക്കുമെതിരെ വഞ്ചന, കൈക്കൂലി കുറ്റങ്ങൾ ചുമത്തിയ US കോടതി ജഡ്ജി ബ്രയോൺ പീസ് രാജിവച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഹിൻഡൻബർഗ് റിസർച്ച് പിരിച്ചുവിടാനുള്ള ആൻഡേഴ്സന്റെ പ്രഖ്യാപനവും രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ബ്രയോണും ജോർജ് സോറസും തമ്മിൽ ചേട്ടനും അനിയനും പോലുള്ള ബന്ധമുണ്ടെന്ന ആരോപണം US മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. പിന്നാലെയായിരുന്നു ബ്രയോൺ രാജിവെച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഡീപ് സ്റ്റേറ്റിൻ്റെയും ഹിൻഡൻബർഗിൻ്റെയും ബ്രയോണിൻ്റെയും ഒക്കെ അടുത്തിളക്കിയ ഈ രാജിയെപ്പറ്റി. നരേന്ദ്രമോദി അധികാരമേറ്റ ആദ്യ ടൈമിൽ തന്നെ ഡീപ് സ്റ്റേറ്റിന് മനസ്സിലായി നരേന്ദ്രമോദി വെറുതെയല്ല പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരിക്കുന്നതെന്ന്. അന്നു മുതൽ പ്രതിപക്ഷത്തെ കയ്യിലെടുത്ത് ഇന്ത്യയിൽ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക അസ്ഥിര ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു ഈ ഡീപ് സ്റ്റേറ്റ്. അതിനെ അതിജീവിച്ച് നരേന്ദ്രമോദി രണ്ടാമതും അധികാരത്തിലെത്തി. അപ്പോഴും ഡീപ് സ്റ്റേറ്റ് കൊട്ടേഷൻ സംഘം തങ്ങളുടെ കുതന്ത്രങ്ങൾ ഇന്ത്യയിൽ തുടർന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന പദവി പോലുമില്ലാതെ പ്രതിപക്ഷം ഇവിടെ കിടന്ന് അലയുകയായിരുന്നു. അപ്പോഴാണ് 2023 ഡീപ് സ്റ്റേറ്റ് അണിയറ പ്രവർത്തകർ ഹിൻഡൻബർഗിനെ കൊണ്ട് അദാനിക്കെതിരെ ഒരു വൻ നുണക്കഥ പടച്ചുവിട്ടത്. അദാനി ഗ്രൂപ്പ് തങ്ങളുടെ കണക്കുകൾ പെരുപ്പിച്ചു കാട്ടി എന്നായിരുന്നു ആരോപണങ്ങൾ. അദാനി വീണാൽ ഇന്ത്യയിലെ അദാനിയുടെ നിക്ഷേപങ്ങൾ നിലയ്ക്കും, അതോടെ നരേന്ദ്രമോദി സർക്കാർ താഴെ ഇറങ്ങുമെന്നായിരുന്നു ഡീപ് സ്റ്റേറ്റിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ കണക്കുകൂട്ടൽ. പക്ഷേ ചാണക്യബുദ്ധിയുള്ള നരേന്ദ്രമോദിയുടെ മുന്നിൽ ഡീപ് സ്റ്റേറ്റും ജോർജ് സോറസും ഒക്കെ നിസ്സാരമെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. അദാനിയെ താങ്ങി നിർത്താൻ ആഗോള നിക്ഷേപ കമ്പനികൾ പിന്നാലെ ഓടിയെത്തി. ഒടുവിൽ US കോടതി വരെ അദാനിയെ കുറ്റവിമുക്തരാക്കേണ്ട അവസ്ഥയിലെത്തി. അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ രണ്ടാമത് ഭരണം പൂർത്തിയാക്കി മൂന്നാമതൊരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയം. അപ്പോഴാണ് നമ്മുടെ രാഹുൽ ഗാന്ധി അമേരിക്കയിലൊരു സന്ദർശനം നടത്തുന്നത്, വിവാദമായ സന്ദർശനം. രാഹുൽ അവിടെ ആരൊക്കെയുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തിയെന്ന വിവരം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ശേഖരിച്ചതോടെയാണ് രാഹുലിൻ്റെ ഡീപ് സ്റ്റേറ്റ് ബന്ധം മറനീക്കി പുറത്തു വന്നത്. ഖലിസ്ഥാൻവാദികളായ ഇന്ത്യ ഭീകരരെ കാണുന്നവരെ പോലും രാഹുൽ കണ്ട് ചർച്ചകൾ നടത്തി ആശ്വസിപ്പിച്ചു. ലക്ഷ്യം ഇന്ത്യയുടെ ഭരണം മോദിയുടെ കയ്യിൽ നിന്നും തിരികെ പിടിക്കുക എന്നത് തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണയും അത് നടന്നില്ല. എങ്കിലെന്ത്? പ്രതിപക്ഷ നേതാവായതിനു ശേഷവും രാഹുൽ US-ലെത്തി ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തി മടങ്ങി. അതാണ് ഡീപ് സ്റ്റേറ്റിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള രാഹുലിൻ്റെ ആ നീക്കം. അതാണ് ഡീപ് സ്റ്റേറ്റ്. ഇതുവരെ ഈ കാര്യം പറയാൻ കാരണം അവരുടെ മൂട് താങ്ങികളാണ് ഈ ഹിൻഡൻബർഗ് റിസർച്ച് എന്നത് തന്നെയാണ്. ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചെന്നും ഞങ്ങൾ ഏറ്റെടുത്ത ആശയങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അവസാനിപ്പിക്കാനാണ് പദ്ധതിയെന്നും ഹിൻഡൻബർഗ് വെബ്സൈറ്റിലെ കുറിപ്പിലാണ് നഥൻ ആൻഡേഴ്സൺ വ്യക്തമാക്കിയത്. ഹിൻഡൻബർഗ് റിസർച്ച് പിരിച്ചുവിടാനുള്ള കാരണമെന്തെന്ന് ആൻഡേഴ്സൺ പക്ഷേ വ്യക്തമാകില്ല. കാരണം ആൻഡേഴ്സൺ തന്നെ അറിയാം എന്ത് പറഞ്ഞാലും അത് ഊരാ കൊടുക്കാകുമെന്ന്. ഇതോടെ ഹിൻഡൻബർഗ് ഇതുവരെ ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമെന്നോണം കുതിച്ചുയർന്നത് അദാനിയുടെ ഓഹരികളാണ്. അതാണ് കാലത്തിൻ്റെ നീതി. ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ കുംഭസാരവും ആൻഡേഴ്സൻ്റെ മറുപടിയിലുണ്ട്. തുടക്കത്തിൽ തന്നെ തങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു. ശതകോടീശ്വരന്മാരും പ്രഭുക്കളും ഉൾപ്പെടെ ഏകദേശം 100 വ്യക്തികൾക്കെതിരെ സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം ചുമത്താൻ ഞങ്ങളെക്കൊണ്ട് കഴിഞ്ഞു. കുലുങ്ങണമെന്ന് ഞങ്ങൾ തോന്നിയ ചില സാമ്രാജ്യങ്ങൾ ഞങ്ങൾ കുലുക്കിയെന്നും പറയുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ നരേന്ദ്രമോദി കുലുങ്ങിയിട്ടില്ല എന്നാണ് ഇന്ത്യ കാട്ടിക്കൊടുത്തത് അവർക്ക്. ഇനി രാഹുൽ ഗാന്ധിയുടെ ഉറ്റ അമേരിക്കൻ തോഴനായ ജോർജ് സോറോസിനെ കുറിച്ച്. ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ പ്രധാന നിക്ഷേപകൻ ഡീപ് സ്റ്റേറ്റ് തലവൻ ജോർജ് സോറോസ് ആണെന്ന ആരോപണം ശക്തമാണ്. 2024 ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദാനി ഗ്രൂപ്പിനെയും ഇന്ത്യൻ ഓഹരി വിപണികളെയും ലക്ഷ്യമിട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ജോർജ് സോറോസ് ആണ് പിന്നിലെന്ന് വ്യക്തമായ തെളിവുകളും പുറത്തു വന്നു. ഇന്ത്യൻ ഓഹരി വിപണിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ചെങ്കിലും പതിവ് പോലെ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്നും അത് ചീറ്റിപ്പോയി. പിന്നീട് നാം കണ്ടത് നരേന്ദ്രമോദി അധികാരത്തിൽ 3ാം തവണയും ഏറുന്നതാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ഇന്ത്യയുടെ ഓഹരി വിപണികൾ കുതിച്ചുയരുകയും ചെയ്തു. ഇപ്പോഴാണ് ഇന്ത്യക്കാർക്ക് മനസ്സിലാകുന്നത് ഹിൻഡൻബർഗ് റിസർച്ച് എന്ന
ആ ഡീപ് സ്റ്റേറ്റ് കുതന്ത്രങ്ങൾക്ക് പിന്നിൽ ആരൊക്കെയായിരുന്നെന്ന്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.